നസ്കർ പിണറായിയുടെ ദുർഭരണം അവസാനിക്കുമെന്നത് കേരളീയ സമൂഹത്തിന് പൊതു ആവശ്യമായിരുന്നു. എല്ലാ മേഖലയിലുള്ള മനുഷ്യർ, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഒഴിവുണ്ടായിരുന്നില്ല. അവർക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. അവർക്ക് പ്രതികരിക്കാൻ ചട്ടങ്ങൾ വിലക്കാണ്. എന്നാൽ സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കണമെങ്കിൽ ഈ ചട്ടങ്ങളൊന്നും ബാധകമല്ല. സർക്കാർ നടത്തുന്ന കൊള്ളയെ അനുകൂലിക്കാൻ ഈ ചട്ടങ്ങൾ ബാധകമല്ല. അങ്ങനെ ഈ ചട്ടങ്ങളെ സർക്കാരിന് അനുകൂലമാക്കി മാറ്റിവെച്ചപ്പോൾ ജനവിരുദ്ധമാണ് ഈ സർക്കാർ, ഇതിറങ്ങിപ്പോകണം എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞത് രണ്ടേ ഉദ്യോഗസ്ഥരാണ്, ബി അശോകും എൻ പ്രശാന്തും. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് 2 വർഷത്തോളമായി പുറത്തു നിർത്തിയിരിക്കുന്നു. അശോക് നിയമ പോരാട്ടം നടത്തി പിടിച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഒരിക്കൽ കൂടി ഈ സർക്കാരിനെ സഹിക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചട്ടങ്ങളുടെ ഊരാക്കുടുക്കിൽ കിടക്കാതെ സർക്കാരിനെതിരെ നിശിത വിമർശനവുമായി മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരുന്നു അശോക്. മറുനാടനടക്കമുള്ള മാധ്യമങ്ങളിൽ അശോക് അഭിമുഖം നൽകി. ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ, തനിക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഈ സർക്കാരിൻ്റെ തോന്നിയാസങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ബി അശോകൻ. റിട്ടയർ ചെയ്തിട്ടും ബിജു പ്രഭാകരെ പോലുള്ളവർ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിശബ്ദത പാലിച്ചപ്പോഴാണ് സർവീസിലിരിക്കുന്ന അശോകൻ അഭിമുഖത്തിലൂടെ സർക്കാരിന് കുഴപ്പമുണ്ടാക്കിയത്. അതിൻ്റെ പക വീട്ടാതിരിക്കാൻ പിണറായി വിജയന് കഴിയുമായിരുന്നില്ല. കാവൽ മന്ത്രിസഭയുടെ ചുമതലക്കാരനാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും ഈ സാഹചര്യത്തിൽ അച്ചടക്ക നടപടികൾ എടുക്കുന്നത് അനുചിതമാണ് എന്ന് ഉറപ്പായിട്ടും പിണറായി വിജയൻ സർക്കാർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ബി അശോകിനെ സസ്പെൻഡ് ചെയ്തു. അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാവൽ സർക്കാർ ആയിരുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു അച്ചടക്ക നടപടി അശോക് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ എക്സിറ്റ് പോൾ വരുന്നതിന് തൊട്ടു മുമ്പ് അശോകിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. വളരെ വിചിത്രമായിരുന്നു ആ ഉത്തരവ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ. ഇതേ കാര്യം പറഞ്ഞാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള അശോകിനോട് വളരെ വിചിത്രമായ പല വാദങ്ങളും സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നതുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയാണ്. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് കൈത്തരിപ്പ് തീർക്കുക എന്നതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. പക്ഷേ കൈത്തരിപ്പ് തീർത്ത പിണറായിയുടെ കരണം പൊളിച്ച് ഒരെണ്ണം കൊടുത്തിട്ടാണ് അശോക് മടങ്ങുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഏഷ്യാനെറ്റ് ചർച്ചയിൽ അശോക് പ്രത്യക്ഷപ്പെടുന്നു. എക്സിറ്റ് പോൾ അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച. ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. നവകേരള സദസ് എന്ന പേരിൽ നടന്ന തോന്നിയാസത്തിനെതിരെ, ജനങ്ങളുടെ പണം ദൂർത്തടിച്ചതിനെതിരെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, പാറമടക്കാരെ കൊണ്ടും ലഹരി മരുന്ന് കച്ചവടക്കാരെ കൊണ്ടും പിരിവ് നടത്തി ആ പരിപാടി നടത്തിയതിനെതിരെ 250 കോടി മുടക്കി മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഒട്ടിച്ചതിനെതിരെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ അശോക് ആഞ്ഞടിക്കുകയായിരുന്നു. വികാരഭരിതനായി ഇതുപോലെ കഴിവുകെട്ട, ജനത്തെ ദ്രോഹിച്ച, ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയോ ഭരണാധികാരിയോ ഇതിനു മുമ്പ് ഈ രാജ്യത്തുണ്ടായിട്ടില്ലെന്നും നാണം കെട്ടതിന് ഇറങ്ങിപ്പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും, പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും, മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ട് ചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായിപ്പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണിച്ചല്ലോ. 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി,
അതിനുള്ള കന്മഷ അത് കാണിക്കാനുള്ള എന്താ അതിന് പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല, പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. ഇതുകൂടാതെ ഭരണവീഴ്ചയെക്കുറിച്ചും സാമ്പത്തിക പരാജയത്തെക്കുറിച്ചും അദ്ദേഹം ആഞ്ഞടിക്കുകയുണ്ടായി. വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തന്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായൊരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇക്കണ്ട പബ്ലിക് റിലേഷൻ അഭ്യാസത്തിനെല്ലാം ശേഷം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്. ചർച്ച നയിച്ചുകൊണ്ടിരുന്ന വിനു വി ജോൺ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും പച്ചയ്ക്ക് സർക്കാരിനെ തെറിവിളിക്കാൻ ധൈര്യം ഒരു IAS-കാരൻ എങ്ങനെയുണ്ടായി എന്ന് സഹപാനൽ ചർച്ചക്കാർക്ക് പോലും സംശയം തോന്നി. മറുനാടൻ ഷാജൻ പോലും ഇങ്ങനെയൊന്നും പിണറായിയെ ചീത്ത വിളിക്കില്ല എന്ന് കമന്റ് ഇട്ടവർ ഏറെയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കവേ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കവേ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ ആരാധനയോടെ കാണുന്നവരുമുണ്ട്. എന്നാൽ അതിര് കടന്നുപോയി അച്ചടക്ക ലംഘനം തന്നെയാണ് കാണിച്ചത് എന്ന് പറയുന്നവരും ഇല്ലാതില്ല. സൈബർ ഇടങ്ങളിൽ കമ്മികൾ അശോകന്റെ ചോരയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. അശോകൻ പക്ഷേ ഒരു കൂസലുമില്ലാതെ പിണറായിയെ ചീത്ത വിളിച്ച് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നതാണ് അശോകന്റെ ലൈൻ. എന്തായാലും പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്ന് ഉറപ്പാണ്. അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെ കെട്ടിപ്പൊക്കിയ നുണ സാമ്രാജ്യം തകർന്നു വീഴണമെന്ന് അശോക് ആഗ്രഹിച്ചെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. അത്രമാത്രം അഹങ്കാരവും ധൂർത്തും ധാർഷ്ട്യവും കലർന്ന ജനവിരുദ്ധ ഭരണമായിരുന്നു പിണറായിയുടേത്. അത് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതങ്ങ് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് ഉള്ള സത്യം ലോകമറിയട്ടെ എന്ന് വെച്ച് അശോക് രംഗത്തിറങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പിണറായിയെ ചീത്ത വിളിക്കാൻ നിരവധി IAS-കാർ വരും. അവർ ഓടിച്ചെന്ന് പുതിയ ഭരണകൂടത്തിന്റെ കാലിൽ പിടിച്ചെന്ന് വരാം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൻ്റെ അടുത്തോടെ നട്ടെല്ലുയർത്തി ഈ സർക്കാർ ഇറങ്ങിപ്പോയേ മതിയാവൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരേ ഒരു IAS-കാരനേ ഉള്ളൂ. അയാളുടെ പേരാണ് B. അശോക്. അധികാര ഭ്രഷ്ടനായി വീട്ടിലിരിക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ പറയണം, റിസ്ക് എടുത്ത് പറയണം എന്നത് തന്നെയാണ് അശോകന് നിലപാട്. എന്തായാലും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന നിലപാടിലേക്ക് അശോക് മാറിയപ്പോഴാണ് ഇന്നലെ ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ അച്ചടക്ക നടപടിക്കെതിരെ അശോക് തൽക്കാലം കോടതിയെ സമീപിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ അശോകിൻ്റെ ജീവിതം കട്ടപ്പുക. എന്ത് വില കൊടുത്തും അശോകിൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ ശ്രമം നടത്തും. ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോടതിയിൽ പോവേണ്ട കാര്യമില്ല. അവർ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിൽ അശോകൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുക്കും. എന്തായാലും അശോകിന് പൂർണ്ണ ധൈര്യമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ പിണറായി നിഷ്കാസിതനാകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും അറിയാതെ പോകുമല്ലോ എന്ന വേദന കൊണ്ട് അശോക് ഇന്നലെ പച്ചയ്ക്ക് വെട്ടി തുറന്നു പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇനിയും അശോകിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാതിരിക്കില്ല.